അതെ സാറേ, ഈ പ്യൂബർട്ടി സ്റ്റേജുകളിൽ ആൺകുട്ടികളിൽ കാണപ്പെടുന്ന ഗൈനക്കോമാസ്റ്റിയ അതിനെക്കുറിച്ചിട്ടൊന്ന് വിശദമാക്കാവോ? അതെങ്ങനെയാണ്, എന്താണ് ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? ഓക്കെ, നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മുടെ ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ, നമ്മളിപ്പോൾ നല്ല രീതിയിൽ ഒരു വെൽ ഫീഡഡ് സ്റ്റേറ്റിലാണ് നമ്മുടെ കുട്ടികളെയൊക്കെ വളർത്തുന്നത്. അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും, ഇപ്പോൾ ഒരു പെൺകുട്ടിയായിരിക്കും, ചിലപ്പോൾ ഒരു ആൺകുട്ടിയായിരിക്കും നമുക്ക് ഉണ്ടാവുന്നത്. 1-2 കുട്ടികളുടെ അപ്പുറത്തേക്ക് ഇന്ന് കേരളത്തിൽ ആർക്കും ഉണ്ടാവുന്നില്ല. ഈ കുട്ടികൾ 10-14 വയസ്സിനൊക്കെ എത്തുമ്പോൾ ഇവരുടെ ഈ പറയുന്ന ഈ പ്യൂബർട്ടിയിലെ ഈ ടെസ്റ്റോസ്റ്ററോൺ പ്രൊഡക്ഷൻ അവിടെ ഒന്ന് ഷണ്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ഒരു 12-13 വയസ്സ് എത്തുമ്പോഴേക്കും ഇവർ ഒരു ഫീമെയിൽസ് ടൈപ്പ് ഓഫ് ബ്രസ്റ്റ് ആൺകുട്ടികൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഇത് ഇവൻ പ്രോപ്പർലി അവൻ ആ സമയത്ത് ആ പ്രായത്തിൽ മാതാപിതാക്കളെ അടക്കം തിരിച്ചറിഞ്ഞിട്ട് അവന് ഫിസിക്കൽ ആക്ടിവിറ്റി അഡ്വൈസ് ചെയ്യുന്നില്ലെങ്കിൽ ഈവൻ 30 വയസ്സായാലും ഇത് തന്നെയാണ് അവസ്ഥ. 30 വയസ്സ് ഞാൻ ചോദിച്ചത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകന് ഈ സെയിം പ്രശ്നം 14 വയസ്സ്, ഇപ്പോൾ 15 വയസ്സായിട്ടുണ്ടാവും. ഈ കുഞ്ഞിന് ഞാൻ ഈ ഇഷ്യൂ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവർ ഡോക്ടറെ കാണിച്ച് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇതിന് വർക്കൗട്ട് യൂസ്ഫുൾ ആണോ? അതാണ് അത്. പക്ഷെ ആള് വലിയ തടിച്ചിട്ടൊന്നും അല്ല, നല്ല മെലിഞ്ഞ് ചെറിയൊരു കുഞ്ഞാണ്. ഫിസിയോളജിക്കലി വലിയ പ്രശ്നമൊന്നും ഡോക്ടർക്ക് തോന്നില്ല. പക്ഷേ കുട്ടിക്ക് അത് വലിയൊരു ബുദ്ധിമുട്ടാണ്. ആ കുട്ടികൾക്ക് പൊതുവെ ആളുകളുടെ മുന്നിൽ നിന്ന് ഡ്രസ്സ് മാറാൻ പറ്റാത്ത അവസ്ഥയൊക്കെ അവർക്ക് നമ്മളിപ്പോ ചില ക്ഷേത്രങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഷർട്ട് ഊരി കയറണം, കുട്ടികൾ കയറത്തില്ല. ഞാൻ കണ്ടിട്ടുണ്ട് ഒത്തിരി കുട്ടികളൊക്കെ. എന്റെ അടുത്ത് ഒരുപാട് പാരന്റ്സ് പറഞ്ഞു ട്രിപ്പുകൾക്കൊക്കെ വരുമ്പോ ടീഷർട്ട് ഇടത്തില്ല. അപ്പൊ ടീഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ അവരുടെ ആൺകുട്ടികളും പെൺകുട്ടികളുടെ ബ്രസ്റ്റ് പോലെ ഇരിക്കും. അപ്പൊ ഇത്തരം കുട്ടികൾക്കൊക്കെ ഈസി ആയിട്ട് അവർ വർക്കൗട്ടൊക്കെ ചെയ്ത് അത്യാവശ്യം പെക്ട്രൽ മസിൽസിനെയൊക്കെ ആക്ടിവേറ്റ് ചെയ്ത് എക്സസൈസും പിന്നെ അവരുടെ ജങ്ക് ഫുഡൊക്കെ കുറച്ച് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ പാറ്റേണിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവരൊക്കെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ എന്നിട്ടും നിൽക്കാത്ത തരത്തിലുള്ള പ്രോബ്ലംസ് ആണെങ്കിൽ ദേ മസ്റ്റ് സീ എ ഫിസിഷ്യൻ. അപ്പോൾ അവർ ഒരു ഫിസിഷ്യൻ ചിലപ്പോൾ ഒരു പക്ഷേ ഒരു എൻഡോക്രൈനോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് ഡയറക്റ്റ് ചെയ്യും. അവന് ഈ പറയും പുരുഷൻ്റേതായ തരത്തിലുള്ള ഒരു ഗ്രോത്ത് വന്നിട്ടില്ലെങ്കിൽ എൻഡോക്രൈനോളജിസ്റ്റ് അതിനനുസരിച്ചുള്ള സജഷൻസ് കൊടുക്കും. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെയുള്ള നല്ല വിവരം നമ്മളുടെ ഈ പേഴ്സണൽ ട്രെയിനേഴ്സിന് ഉള്ളതുകൊണ്ട് പേഴ്സണൽ ട്രെയിനേഴ്സ് പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഇപ്പോൾ 13, 14, 15 വയസ്സുള്ള ഒരു കുട്ടികൾ സാധാരണ നമ്മുടെ ഈ ഗ്രൗണ്ട് എക്സസൈസുകളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഈ പ്രശ്നങ്ങൾ ഒരു 90% വരെ സോൾവ് ചെയ്യപ്പെടും.